ഒരു പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടാത്ത ഒരു പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടും കേരളത്തിലെ സമൂഹസ്ഥിതി അനുസരിച്ച് കല്യാണം കഴിക്കാത്ത കുട്ടികൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. ആ ഒരു ആരെടുത്തു നിന്നാണോ പ്രഗ്നൻ്റ് ആയത് അയാളെ കല്യാണം കഴിക്കാമെന്ന് വെച്ചാൽ പോലും ഈ നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നത് നമ്മുടെ ഇടയിൽ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഗർഭം വേണ്ടാത്ത ഗർഭമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണം. അപ്പോൾ പല കുട്ടികൾക്കും തോന്നും എങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്തും അത് പറയും. അപ്പോൾ അവർ ആരാണോ അതിന് കാരണക്കാരൻ അവരുമായിട്ട് ആലോചിച്ച് അശാസ്ത്രീയമായ പല പരിപാടികളിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിൽ ഭാഗ്യവശാൽ നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ അത് വളരെ കുറവാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ അശാസ്ത്രീയമായി അബോർഷന് പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് വളരെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ടാബ്ലറ്റ് കൊണ്ട് തന്നെ ആരും അറിയാതെ ടാബ്ലറ്റിൽ തന്നെ അത് അബോർഷൻ നടത്താനുള്ള സംവിധാനമുണ്ട്. അതിപ്പോൾ ഓവർ ദ കൗണ്ടർ ചോദിച്ചാൽ പോലും ചിലപ്പോൾ ആ മെഡിസിൻസ് ആരെങ്കിലും കൊടുത്തെന്നിരിക്കും. പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ അത് ചെയ്യിക്കാവൂ. കാരണം ഈ ഗർഭാശയത്തിനകത്ത് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ ട്യൂബിലായിരിക്കും. അങ്ങനെയുള്ളവർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അണ്ടവാഹിനി കുഴൽ പൊട്ടിയിട്ട് നമുക്ക് ജീവന് തന്നെ അപകടം വന്നെന്നിരിക്കാം.